നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും ഒരു ലോഗോ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ലോഗോ ഡിസൈനിങ്സിൻ്റെ ബേസിക്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ബിസിനസ്സുകാർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ലോഗോസിനെ പറ്റി അറിയാനും അങ്ങനെ ചെയ്ത് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം ലോഗോസ് എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസ്, ബ്രാൻഡ്, ഓർഗനൈസേഷൻ, പ്രൊഡക്റ്റിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ടെക്സ്റ്റ്, ഫോട്ടോസ്, ഗ്രാഫിക്കൽ എലമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് ലോഗോ എന്ന് പറയുന്നത്. ഒരു നല്ല ലോഗോ ഒരു കമ്പനി എന്താണെന്നും ആ കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ എന്താണെന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്, ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള വിഷ്വൽ ബ്രാൻഡ് മാർക്കും ലോഗോസിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഈ ലോഗോസിൽ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലോഗോസിനെ 7 കാറ്റഗറീസിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എംബ്ലംസ്, പിക്ടോറിയൽ മാർക്സ്, ലോഗോ ടൈപ്പ്, ലെറ്റർ മാർക്ക്, അബ്സ്ട്രാക്ട് ലോഗോസ്, മോസ്കർ ലോഗോസ് ആൻഡ് കോമ്പിനേഷൻ ലോഗോസ്. അപ്പോൾ എന്താണ് ലോഗോ എന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഗോൾഡൻ റൂൾ ഓഫ് ലോഗോ ഡിസൈനിങ് എന്താണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത്, കീപ്പ് ഇറ്റ് സിമ്പിൾ. നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആപ്പിളിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. സംടൈംസ് ലെസ് ഇൻഫർമേഷൻ ഈസ് മോർ പവർഫുൾ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ലോഗോ ഒരു ലാർജ് സ്കെയിലിലായാലും ഒരു സ്മോൾ സ്കെയിലിലായാലും വളരെ എഫക്റ്റീവായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തണം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഈ കാണുന്ന ഫോട്ടോയിലൂടെ നിങ്ങൾ നോക്കിയാൽ, ഇതിൽ നിങ്ങൾക്ക് ഏത് ലോഗോയാണ് എഫക്റ്റീവായിട്ട് ഏറ്റവും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ലോഗോ ഒരു വലിയ ബിൽ ബോർഡിലായാൽ പോലും ഒരു ചെറിയ ബിസിനസ് കാർഡിലായാൽ പോലും എല്ലാവർക്കും പെട്ടെന്ന് എഫക്റ്റീവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇതിൽ മൂന്നാമത്തേതെന്ന് പറയുന്നത്, നിങ്ങളുടെ ലോഗോ കളറായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും വളരെ എഫക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്താൻ പറ്റണം. ഇനി ലോഗോസ് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ടും സിംബോളിക്കായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് ഓർഗനൈസേഷനാണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ലോഗോ ഏത് കമ്പനിയുടേതാണെന്ന്. ഇത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ചാനലുകളിലൊന്നായ ആനിമൽ പ്ലാനറ്റിൻ്റെ ലോഗോയാണ്. നിങ്ങൾ ഈ ലോഗോയിൽ കാണുന്നത് ആൻ എലിഫൻറ്റ് വിത്ത് ദ ഗ്ലോബ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇതിൻ്റെ കോർ കോൺസെപ്റ്റ് വളരെ അപ്രോപ്രിയേറ്റ് ആണ്. കാരണം എലിഫൻ്റ് എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ആൻഡ് എക്സോട്ടിക് അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. അപ്പോൾ ഒരു മൊത്തത്തിലുള്ള ആനിമൽ കിങ്ഡത്തിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എലിഫൻ്റ് എന്ന് പറയുന്ന ആ ഒരു ആനിമലിനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി സിംബോളിക് ലോഗോസിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ആപ്പിൾ. ഈ ആപ്പിൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെയോ ടെക്നോളജിയോ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നല്ല. ആപ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോളജിനെയാണ്. ഇനി ഒരു ലോഗോയിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോണ്ടും അതിൻ്റെ കളറൊക്കെ വർക്കാവുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ 2 ലോഗോസ് കണ്ടില്ലേ? ഇത്തരത്തിലുള്ള ബോൾഡ് ആൻഡ് ക്യാപിറ്റലൈസ്ഡ് ലോഗോസ് ആ ബ്രാൻഡിൻ്റെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ കാണുന്ന 2 ലോഗോസും കാണുമ്പോൾ ഈ കമ്പനീസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന കാറ്റഗറി ഏതാണെന്നൊന്ന് ഗസ് ചെയ്യും. നമ്മൾ ഫോൺസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റൊരു കാര്യമാണ് കളർ എന്ന് പറയുന്നത്. നിങ്ങളുടെ കമ്പനി ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കളർ ഫൈൻഡ് ചെയ്ത് നിങ്ങളുടെ ലോഗോയ്ക്ക് യൂസ് ചെയ്യുക. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. റെഡ്, യെല്ലോ എന്നിങ്ങനെയുള്ള കളേഴ്സ് ഇല്ലേ, ഈ കളർ കോമ്പിനേഷൻ ഒരുപാട് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഒരു മനുഷ്യന് പെട്ടെന്ന് വിശപ്പുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള കളേഴ്സാണ് ഈ പറഞ്ഞ കളറുകളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് ബ്രാൻഡ്സ് റെഡ്, യെല്ലോ എന്നീ കളറുകൾ അവരുടെ ബ്രാൻഡ് ലോഗോസിനും അല്ലെങ്കിൽ ബ്രാൻഡ് കളറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ബ്രൗൺ കളർ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പേപ്പർ പാക്കേജ് ഒക്കെ ബ്രൗൺ കളറാണല്ലോ. ഈ ഒരു കളർ മനുഷ്യന്മാരിൽ കുറച്ചും കൂടി സോളിഡ് അല്ലെങ്കിൽ റിലയബിൾ ആണെന്നുള്ളൊരു സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഒരു ലോഗോ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് എന്ന് പറയുന്ന കാര്യം. അതായത് വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ, നിങ്ങൾ ഇനി ലോഗോയെ പറ്റി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡ് ഉണ്ട് അതിന് കറക്റ്റായിട്ടുള്ള ലോഗോ നിങ്ങൾക്ക് വേണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.